2026 ഇന്നത്തെ ജൂലൈ 2 ഇന്ന് നമ്മള് ക്യാമ്പർവാനിലേക്ക് പോണേ. സത്യം വണ്ടി നിർത്തി ഒരുപാട് എന്നെ എല്ലാം ഉണ്ടല്ലോ. എന്റെ അമ്മോ. ഹായ്, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി. എവിടെ? ഹലോ കണ്ട്. ഹലോ. ബിഗ് ഫുഡിനെ പിടിക്കണ്ടേ? ഐറ്റംസ് ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും. വേണ്ട, എന്റെ ആകെ ഒരു കത്തിയുള്ളൂ. അയ്യോ, എന്റെ കത്തി താടാ. അതെന്റെ കത്തിയാ. ഇതൊരു കത്തി ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും എടുക്കണം. എങ്ങനെയാ? 1 2 അമ്മി എന്താ സൗണ്ട് കേൾക്കണേ? ഇതെന്താ പോവാത്തേ? അമ്മി അമ്മി എന്തോ സൗണ്ട് കേൾക്കണ്ടല്ലോ. എന്താ സൗണ്ട് കേട്ടോ? നമുക്ക് നൈഫ് മാത്രമേ ഉള്ളൂ, ഗണ്ണൊന്നും ഇല്ലേ? ഞാനോട് ചിലപ്പോ വണ്ടിയുടെ അകത്തുണ്ടാവാ. ഞാൻ ഒരു വണ്ടിയുടെ ഇവിടെ ഡ്രോൺ ഒക്കെ ഉണ്ട്. ആരോ അതൊക്കെ എടുക്കാം. താഴെ ക്യാമറ ഇരിപ്പുണ്ട്. എന്റെ അപ്പൊ ഇത് എന്തൊക്കെയാണ് ഇവിടെ ഇരിക്കണേ? ഇത് എന്താ സംഭവം? എന്താ ഇതിനകത്തില്ലേ യൂസ് ഒക്കെ ചെയ്യുന്നേ? നമ്മള് ക്യാമറ ഓരോ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് ബിഗ് ഫുഡിനെ മോണിറ്റർ ചെയ്യണമെന്ന് തോന്നുന്നു ഈ മറ്റേ കമ്പ്യൂട്ടറിലെ. നീ ഒരു ക്യാമറ എടുക്കും, ഞാനൊരു ക്യാമറ എടുക്കും. നിനക്ക് അതിന് മുമ്പ് തോക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണ്ടേ? തോക്ക് വേണമല്ലേ? ഇത് ഇവിടെ മീറ്റ് ബിഗ് ഫുഡിന് ഫുഡൊക്കെ കൊടുത്ത ചിലപ്പോ കെണി വെച്ച് പിടിക്കണായിരിക്കും അല്ലേ? ഫ്ലെയർ കിട്ടി. എനിക്ക് ഒരു ഫ്ലെയർ. ആരും ഇവിടെ ഫ്ലെയർ ഉണ്ട്, അത് എടുത്തോ. എന്താ മ്യൂസിക് ഇട്ടേ? ആ, ഡാൻസ് സ്റ്റെപ്പ് ഇട്. വേണ്ട, ഇനി മ്യൂസിക് കേട്ടായിരിക്കും അവൻ വരുന്നത്. അത് എന്തെങ്കിലും ഉണ്ടോ നോക്കണ്ട. ആ ഫ്ലെയർ എടുത്തോ. ഫ്ലെയർ എടുത്ത് എവിടെങ്കിലും പെട്ടു വന്നിട്ട് പൊട്ടിച്ചാ മതി. സംഗതി എന്താ പറയാ? ആരും ഇവിടെ നോട്ടീസ് ബോർഡിന്റെ ഇവിടെ ഇത് കണ്ട. ഇവിടെ മിസ്സിംഗ് പേഴ്സണെ കണ്ട. ഓ, ഇവരെ നമ്മൾ കണ്ടുപിടിക്കണമെന്ന് തോന്നുന്നു. ആ, അതെ. ഇവിടെ ഒരു പട്ടിയും മിസ്സാണ്. പിന്നെ 2 സ്കോട്ടും പിന്നെ ഹെൽഗയും. പാവം, നമുക്ക് ആ പട്ടിയെ കണ്ടുപിടിക്കാം. മനുഷ്യരൊക്കെ പോട്ടെ വിളിച്ചത്. പക്ഷെ ആരോ ബിഗ് ഫുഡിന്റെ ഫോട്ടോ കണ്ട. ആ, കിട്ടി. ഓ, ഇതാണ് അന്വേഷിച്ചോണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആരൊക്കെ കണ്ടില്ലേ? ഇവിടെ വേറൊരു കണ്ണ്. ഗണ്ണ് നീ എടുത്തോ? ഉണ്ട ഞാൻ എടുക്കാം. ഇവിടെ കണ്ണ്. പിസ്റ്റല് ഇതിനകത്ത് ഈ ഷെൽഫില്. പിസ്റ്റലിന്റെ ഉണ്ട എന്ത് ചെയ്യും? കിട്ടിയില്ലേ? നീ എടുത്ത നിനക്ക് ഉണ്ട വേണ്ടേ? എല്ലാം ഉണ്ട് എന്റെ ഇരിക്കുന്നത്. നിനക്ക് ഏതുണ്ടേ വേണ്ടേ? 7.62 വേണോ 9mm വേണോ? എന്റെ ചിലപ്പോ വലിയ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഡ്രോപ്പ് ചെയ്ത് എന്റെ 0 ഉണ്ടാ. ആ, 7 അതെ. 7 അല്ലേ? അതെ. ഇതിനകത്ത് എന്തോ ഇത് സ്റ്റോറേജ് ആണല്ലേ? ഓക്കെ. ഇനിയൊന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. മെഡിക്കിറ്റ് ഒക്കെ ഇതിനകത്തുണ്ടാ. ഓനെടുത്തോ. ആരെങ്കിലൊക്കെ എവിടെങ്കിലൊക്കെ ബിഗ് ഫുഡ് നമ്മൾ അടിച്ചിടണമെങ്കിൽ റിവൈവ് ചെയ്ത് സെറ്റ് ആക്കണ്ടേ? ബിഗ് ഫുഡിനെ പിടിക്കാൻ ട്രാപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ. എനിക്ക് അറിയാൻ പാടില്ല. അത് ആരോ കരയുന്നു. നൈറ്റ് ട്യൂഷൻ. GPS ഒക്കെ GPS ഓ, ടോർച്ച് തെളിയിക്കാല്ലേ? അത് പറ. നീ വെളിയിൽ കേട്ടോ. നീ പോയിട്ടോ. പുറത്തെന്തോ സൗണ്ട് കേട്ടായിരുന്നു. ഞാൻ കേട്ട് സൗണ്ട് കേട്ട് രാവിലെ പോവാം. രാവിലെ അന്വേഷിച്ചു പോവാ. അതാ നല്ലത്. അതെ, ഇവിടെ എന്തോ സിഗ്നൽ ഫ്ലെയർ ഇരിപ്പുണ്ട്. ടാബ്ലറ്റ് എടുത്തേ. നമ്മൾ ആ ക്യാമറ കൊണ്ട് പലയിടത്തും പ്ലേസ് ചെയ്യണം. എന്നിട്ട് ഇതിനകത്ത് നോക്കണം. ബിഗ് ഫുഡിന് എവിടെയും നമ്മൾ നോട്ടീസ് ചെയ്തു. നമ്മൾ ഇത് പ്രേതമുണ്ടോ കേട്ടത്? കുറുക്കൻ ഓളി ഇറങ്ങിയാന്ന് തോന്നുന്നൂലേ? ഇവിടെ കുറെ പേടിപ്പിക്കല്ലേടാ. ബിഗ് ഫുഡ്. അതെ, അവിടെ നിന്ന് ബാക്കി ക്യാമറയും കൂടെ എടുക്കാം. ക്യാമറ എടുക്കാം. ആ പോച്ചക്കകത്ത് എന്തോ ഉണ്ട് കേട്ടോ. പോച്ചേല? എന്ത് പോച്ച? ഡ്രോൺ എടുത്തിട്ട് എന്താ? എനിക്കറിയത്തില്ല. നമുക്ക് എല്ലാം പറത്തി കളിക്കാം. ക്യാമറ ഒക്കെ എടുത്താ? ഡ്രോൺ ഒക്കെ എടുക്കണ സ്വിച്ച് ഏതാണ്? അതാ ഞാനും നോക്കുന്നേ. അമ്മേ, എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കണ്ടല്ലോ. ഇവിടെ 2 പ്രസ് ചെയ്താൽ എനിക്ക് ഗണ്ണ് കിട്ടും. 3 പ്രസ് ചെയ്താലേ. അയ്യോ, സോറി ഞാനല്ല. അതാ കത്തെടുത്ത് വീശിയതാണോ? അതെ. ഇങ്ങനെ നിന്നാ മതിയാ. ബാ, ഏതെങ്കിലും വഴിക്കേക്കടെ പോവാം നമുക്ക് സേഫ് ആയിട്ട്. സി പ്രസ് ചെയ്താൽ എനിക്ക് ക്യാമറ വെക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ വണ്ടിയുടെ ചുറ്റും വെക്കട്ടെ. വണ്ടിയുടെ ചുറ്റും വെക്കണം. ഇവിടെ ഈ മരത്തിലൊക്കെ വെക്കാൻ പറ്റും. നോക്കി, മരത്തിന്റെ മണ്ടയില തറയിൽ വെക്കാൻ പറ്റും. ഈ വഴിയിൽ അങ്ങോട്ട് നോക്കി വെക്കട്ടെ. അങ്ങനെ വെക്കി. ശരി, അവന് ഇതിക്കേക്കടെ വരണ്ടേ? അപ്പൊ നമുക്ക് കാണാം ബിഗ് ഫുഡ്. ഇനി മറ്റേ ടാബ് എടുത്ത് നോക്കി. അവിടെ കിടക്കണേ അല്ലേ? കയ്യിലെടുത്തില്ലായിരുന്നാ? ഇല്ല. ആ ക്യാമറ നമുക്ക് ഇതിനകത്ത് കാണാം. വണ്ടിയില് കാണാം. നൈറ്റ് ട്യൂഷൻ ഒക്കെ ഉണ്ട്. ഇത് കൊള്ളാട്ടാ. നമുക്ക് അടുത്ത ക്യാമറ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാലാ? എവിടെ വെക്കണം പറ? എന്റെ കയ്യിലുണ്ട്. ഇവിടെ ചുമ്പ് ഇവിടെ കൊണ്ടുവയ്ക്കാം. നമുക്ക് ആ പാലത്തിലോട്ട് ലക്ഷ്യം വെച്ച് വെക്കട്ടെ. ഓക്കെ വെച്ചോ. എങ്ങോട്ട് വേണേ തിരിക്കാൻ പറ്റും. 360 ആരും ഓടുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ? ഞാനാണോ? ഞാൻ ഓടിയത്. നീ ഓടുന്നതാണോ? സോറി. പുല്ലിന്റെ അവിടെ ആരും ഉണ്ട്. ഞാൻ ഇവിടെ ഇങ്ങോട്ടൊരു ക്യാമറ വെക്കട്ടെ. ഞാൻ തോക്കും കൊണ്ട് ഷൂട്ട് വേണ്ടി റെഡി ആയിട്ടിരിക്കുക. ഞാൻ അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഇനി വണ്ടിയുടെ ഇപ്പുറത്തെ സൈഡിൽ ക്യാമറ വെക്കണോ? ക്യാമറ തീരാറായി. ഇനി 3 ക്യാമറ കൂടെ ഉള്ളു കേട്ടോ. ദൂരത്തില്ല നമുക്ക് കൊണ്ടുവയ്ക്കാം അല്ലേ? അതാ, എങ്കിലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഈ ഒരു പരിധി വിട്ട് അപ്പുറത്തേട്ടൊന്നും പോകാം. ഓ, ഇങ്ങോട്ടൊക്കെ പോവാലേ? പറ്റും. എവിടെ വേണോ ഇങ്ങോട്ട് പോണ്ട. ബിഗ് ഫുട്ട് വെള്ളത്തിന്റെ അകത്തുനിന്ന് കയറി വരും. എന്തോ സൗണ്ട് ഞാൻ കേട്ടല്ലോ. ആറയുടെ മണ്ടയിൽ വെക്കട്ടെ. വെക്ക്. ഞാൻ ഈ പുഴയുടെ അപ്പുറത്ത്
അപ്പുറത്തേട്ട് നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് അപ്പൊ ഇപ്പുറ സ്ഥലത്തായിട്ടാണ് പോകേണ്ടത് അല്ലേ? നമ്മുടെ മാപ്പിൽ കാണിക്കുവാരോ അതേ കണ്ട ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ക്യാമറ വെച്ചേക്കണൊക്കെ. നമ്മളെല്ലാ ക്യാമറയും കൂടെ ഒരിടത്താണ് വെച്ചിരിക്കുന്നത്. അടുത്തടുത്തായിട്ട് വെച്ചേക്കണേ. എടുക്കാൻ പറ്റും അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കിയാലോ? ഈ കാട് വഴി കയറി പോയി നോക്കിയാലോ? ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്റെ കയ്യില് ഗണ്ണുണ്ടെന്നേ. നമ്മള് പൂശുവല്ലേ ബിഗ് ഫുട്ട് വരികയാണെങ്കിൽ. ബിഗ് ഫുട്ട് ഒരു കാല് വെച്ച് ഒരു തൊഴി അങ്ങ് തരും. നമ്മൾ ആരും ഫ്രണ്ട് പോക്കോ, ആരോട് ഞാൻ കവർ ചെയ്യാം. സേഫ് അല്ലേ? കവറിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയാക്കരുത്. കവറിലിട്ട് ഞാൻ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. നമ്മൾ നടക്കുമ്പോൾ ചില സൗണ്ട് ഒക്കെയാണ് ഈ കരിയിലൊക്കെ നടക്കുമ്പോഴുള്ള മറ്റേ സൗണ്ട്. രാത്രി കാക്കയ്ക്കൊന്നും ഉറക്കമില്ല. എടേ ഇവിടെ എന്താ അത്? കാക്ക നീയായിരുന്നാ? കാക്ക കാക്കയ്ക്കൊന്നും ഉറക്കമില്ലേ രാത്രി? ഇതുവഴി ഇങ്ങോട്ടേ പോണേ. അവിടെ ഒരു കുളം കാണുന്നു. അവിടെ ആയിരിക്കും മറ്റേ രണ്ട് കപ്പിൾസിനെ കാണാറുള്ളത്. തിരിച്ചു പോണ വഴിയൊന്നും അറിയില്ല. ഇവിടെ ക്യാമറ ചുമ്മാ തന്നെ വച്ചു നോക്കിയാലാ? വെച്ച് ഓക്കെ സെറ്റ്. എടാ നമ്മളെ ഒരു ടാബ്ലറ്റ് ഉണ്ട്. അതെങ്ങനെ എടുക്കുന്നത്? ടാബ് ആയിരിക്കും. ടാബ് പ്രസ് ചെയ്തേ. ടാബ്ലറ്റ് ഉണ്ട്. ഇല്ല എന്റെ കയ്യിലില്ല. ആരോ എടുത്തായിരുന്നു ടാബ്. ഒരു ടാബ് ബട്ടൺ പ്രസ് ചെയ്ത് നോക്കിയോണ്ടോ? ഇല്ല എടുത്തില്ലേ? ഇല്ല. അതെ ആ ഡ്രോണിനെ ഒന്ന് ആകാശത്ത് പറത്തി വിട്ടേ. ഡ്രോൺ ആകാശത്ത് പറത്തി വിട്ടേ? ഞാൻ കാര്യം പറഞ്ഞിട്ട് കാട്ടിനെ നടക്കുന്ന നമുക്ക് ഇപ്പൊ പറത്തണോ? കുറച്ച് കഴിഞ്ഞ് പറത്തിയാ പോരെ? എനിക്കറിയാൻ പാടില്ല. നമുക്ക് ആദ്യം വീട്ടിൽ പോവാം. അല്ല ആദ്യം മറ്റേ അവനെ പിടിക്കാം, എന്നിട്ട് നമുക്ക് പിടിക്കാം. നമ്മൾ വന്ന വഴി ഏതാന്നില്ല അറിയോ? അത് നമുക്ക് മാപ്പിൽ നോക്കി പോയാ പോരെ? അത് മതി. ഇത് ഇവിടെ ഒരു വഴി. ബിഗ് ഫുട്ട് പെട്ടെന്ന് വരികയാണെങ്കിൽ നമ്മൾ ഓടിപ്പിടിച്ച് നടന്നപ്പോ ഉള്ള വഴിയായിരിക്കും. ബിഗ് ഫുട്ടിന്റെ വഴിച്ചാലാ അത്. ചിലപ്പം ബിഗ് ഫുട്ടിന്റെ പിണ്ടം കാണും. ചവിട്ടരുത് കേട്ടോ. അവിടെ ഒരു വെളിച്ചം. നമ്മൾ കറങ്ങി നമ്മുടെ സ്ഥലത്തെ വാലിന്റെ അടുത്തേക്ക് റോഡെത്തിയാ. ഇവിടെ ബിഗ് ഫുട്ട് ഒന്നുമില്ല. എല്ലാ കരടിനെ കണ്ട ആൾക്കാർ പേടിച്ചു. റോഡിൽ കരടിനെ കണ്ടിട്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ചായിരിക്കും ഇരിക്കുന്നതാണ് എനിക്ക് തോന്നണേ. അതെ അവിടെ എന്തോ സ്പീഡ് ലിമിറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് 30. പയ്യ ഓടട്ടോ. ഇവിടെ ഒരു വീടാ. പാറയായിരുന്നു. സോറി വീട് പാറ. ഞാൻ പറഞ്ഞില്ലേ കരടിയെ കണ്ടിട്ടാണ് ഇവര് ബിഗ് ഫുട്ട് എന്ന് പറയുന്നത്. കരടി ഉണ്ടെന്നുള്ള ബോർഡൊക്കെ ഉണ്ട്. മണ്ടന്മാര്. അതാണ് അങ്ങനെ പറ. ആ കപ്പിൾസിലുള്ള ആൾക്കാരൊക്കെ കരടി പിടിച്ച് തിന്നതാണ്, അല്ലാതെ ബിഗ് ഫുട്ടും തേങ്ങയൊന്നും പിടിച്ചിട്ടില്ല. അതാണ് കളി. ഇവിടെ എന്താ വെള്ളം? ഇത് ചെളിവെള്ളം. നോക്കി വേണ്ടേ? ഇവിടെ നീല വെള്ളം, അപ്പുറത്ത് ചെളിവെള്ളം. ഇവിടെ ആരാണ് ടോർച്ചൊക്കെ കത്തിച്ചു വെച്ചേക്കണേ? ലാറ്റേണൊക്കെ കിട്ടും. നമുക്ക് ഇതെടുക്കാൻ പറ്റുമോ? അത് ഓഫ് ചെയ്യാൻ പറ്റും. റാന്തല് പാട്ടിട്ടെ ബിഗ് ഫുട്ടിനെ വിളിച്ചു വരുത്താനാണോ? ഇതിനകത്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഒന്നുമില്ല. അടിപൊളി. ആ പാട്ടിട്ടപ്പം ആരോടെ സൗണ്ട് ഉണ്ടാക്കി. പ്രശ്നവും തിരിച്ചുള്ള വഴി. ഇത് ബിഗ് ഫുട്ട് വെള്ളം കുടിക്കാൻ വരുന്ന കടവാണ്, മനസ്സിലായ? ഇവിടുന്ന് മാറി പേടിക്കണ്ട. കരടിയുടെ താഴ്വരയാണ്. ഒരു വഴി ഇത് നമ്മുടെ അങ്ങോട്ട് പോണ വഴിയാ. റോഡ് ക്ലോസ്ഡ്. നമ്മൾ ആദ്യം വാനും കൊണ്ട് വന്ന് തുറക്കണ്ട. ആ വഴിയാ. അത് വഴിയാണോ? അയ്യേ നമ്മൾ വന്ന വഴിയാണോ വീണ്ടും പോണേ? നമ്മള് വന്ന വഴി തന്നെ വീണ്ടും എത്തി. അതാണെന്ന് തോന്നുന്നത്. അതെ നമ്മുടെ ക്യാമറയ്ക്ക് ഇവിടെ ഇരിക്കണ്ട്. ആദ്യം വെച്ച ക്യാമറ ഒക്കെ കാണാം. അതെ എന്തോ ഒരു സൗണ്ട് കേട്ടില്ല. വഴി ഇതിലെ ഇവിടെ എന്തോ ഓൾഡ് ഹണ്ടിങ് ടവർ. മേലോട്ടോ ഓൾഡ് ഹണ്ടിങ് ടവർ ഉണ്ട്. ട്രെയിലർ ഇങ്ങോട്ട് കയറിപ്പോ. ട്രെയിലർ നമ്മളെ വണ്ടി ഇരിക്കുന്ന സ്ഥലം. ഹണ്ടിങ് ടവറിലോട്ട് പോവാം. നമുക്ക് ഹണ്ടാണ്. അതെ അങ്ങനെ നമ്മള് ഹണ്ടേഴ്സ് ആണ്. അതാ ബിഗ് ഫുട്ട് ഹണ്ടേഴ്സ്. നമ്മള് വീരസൂര പരാക്രമി അല്ലേ? അയ്യോ സ്റ്റാമിന തീരൂല ഇതിനകത്ത്. ഉണ്ട് കേട്ടോ. കണ്ണിൽ എത്ര ഉണ്ട്? 20. എനിക്ക് 15. മണ്ടലോട്ട് പോയാലും മതി. എന്ത് കാര്യമുണ്ട്? എന്തായാലും ബിഗ് ഫുട്ട് നമ്മൾ അടിച്ച് ഉറക്കാനുള്ളതല്ല. അപ്പൊ ഉണ്ടേലും ഒന്നും കാര്യമില്ല. ശരിയാട്ടോ. ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ. വാച്ച് ടവർ ഉണ്ട്. ഓ ഇവിടെ കൊടിയൊക്കെ പറത്തിച്ചേക്കണോ? ഇതാണ് ഹണ്ടിങ് ടവർ. ഇത് കൊടിയൊക്കെ ഇരിപ്പുണ്ട്. ബൈനോക്കുലർ എടുക്കാൻ പറ്റൂല്ലേ? വെറുതെ നമ്മളെ കാണിക്കാൻ വേണ്ടി വെച്ചേക്കണ. അമ്മയുണ്ട്. നൂബിക്കുള്ള അമ്മയുണ്ട്. എടുത്തോ. കിട്ടി 10 ഉണ്ട്. 10 ഉണ്ടാ. 9mm ഇവിടെ ഉണ്ടാരോ? ഉണ്ടോ? സെറ്റ് അമ്പമില്ല. ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ വെട്ടുകത്തി വെച്ചിട്ടുണ്ട്. വെട്ടുകത്തി എടുക്കാൻ പറ്റുമോ? യൂസ് ചെയ്യാൻ പറ്റുമോ? അവിടെ അത് കൊള്ളാം. എന്തോ സൗണ്ട് കേട്ടോ. ആരെന്തോ സൗണ്ട് കേട്ടില്ല. ചാത്ത സേവയാണോ? അതേ ടോട്ടം ഇതെടുത്ത് ആരോ
എടുത്ത് ഇതെന്തിനാ തോട്ടം? അതിനകത്ത് സൗണ്ട് കേട്ടെ. അതെന്തിനാ നീ എന്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞേ? അല്ല കൂട്ടത്തിൽ ധൈര്യമുള്ള ആളെടുത്തോട്ടെ എന്ന് വിചാരിച്ചു. വഴിയായിരിക്കുന്ന കുട്ടിച്ചാത്തനല്ലേ എടുക്കുന്നത് ഞാന്. ഉള്ള ശാപം മൊത്തം ഏറ്റവും ആകാൻ. സത്യം. ബിഗ് ഫൂട്ട് പോയിട്ട് ബിഗ് ഫൂട്ടിന്റെ ഒരു കാൽപ്പാട് തൊട്ട് ബിഗ് ഫൂട്ടിന്റെ രാവിലെ ആയിപ്പോ ബിഗ് ഫൂട്ടിന്റെ ഒരു സാധനം പോലും കാണാനില്ല. മനസ്സിലായില്ലേ? അവിടെ എന്തോ അടുത്ത ബോർഡ് ഇരിപ്പുണ്ട്. ആ ഒമ്മേ ആരോ സൗണ്ട് കേട്ടില്ലേ? സൗണ്ട് കേട്ടില്ലേ? കേട്ടാ? ഞാൻ കേട്ടില്ല. ഇതിന്റെ മേളിന്ന് തോന്നുന്നു എന്തോ കരയണ സൗണ്ട് കേട്ട്. ഇത് റോഡാ, വണ്ടിയും പറഞ്ഞായിരിക്കും. ഇത് അവിടെ ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു ഹെലികോപ്റ്ററിന്റെ സൗണ്ട്. അയ്യോ വീണ്ടും രണ്ടെണ്ണം ഉണ്ടോ? അവൻ രക്ഷപ്പെട്ടാ. 2-3 ഉണ്ടെന്ന് തോന്നുന്നു. അവന്റെ HP ഉണ്ട് 1060. കേട്ടോ മേടുന്ന സൗണ്ട് കേട്ടത്. ആദ്യം ഞാൻ വിചാരിച്ച ആരോ ഏമ്പക്കം വിട്ടതാന്നാ. പിന്നെ എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഞാൻ ആ വണ്ടിയുടെ സൗണ്ട് എന്ന് പറഞ്ഞ് മാറി പോയതാ. നോക്കിയോ മേളിലൊരു സാധനം. അയ്യോ വിഷയാർന്നട്ടാ. എന്നാ വലുതായിരുന്നല്ലേ അത്. സത്യം. കാട്ടിന്റെ അകത്ത് പോയ പണി കിട്ടും കേട്ടോ. കാട്ടിനകത്തോട് തൽക്കാലം കേറണ്ട. ഞാൻ എന്തായാലും റീലോഡ് ചെയ്യട്ടെ. ഹെൽത്ത് 1060 ആണ്. ഇത്ര ഉണ്ടേം കൊണ്ട് പോരാട്ടാ അല്ലേ? സത്യം ഇത്രയും കൊണ്ടുകൊണ്ട് ഒന്നും ആവത്തില്ല. ആ വണ്ടിയുടെ ഉള്ളിലല്ലോ ആമോ കിടക്കണ്ടോ നോക്കി. തൂക്കാം തുറക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. അവനാണെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് ഈ വഴി പോയേക്കണേ. മിസ്സായി. ഓ ആരെ വെടിച്ചപ്പോ കണ്ട 1057 ആയോളൂ. 57 ആയോ?